ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 2-ാമത്തെ വീഡിയോയാണ്. ഈ വീഡിയോയോടുകൂടി യോഹന്നാന്റെ സുവിശേഷം പൂർണ്ണമായും നാം പഠിച്ചു കഴിയുകയാണ്. നാളെ മുതൽ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം പഠിച്ചു തുടങ്ങുകയാണ്. ആമുഖവും 6 അധ്യായവും 7 വീഡിയോയായിട്ടാണ് ചെയ്യുന്നത്. തുടർച്ചയായ 7 ദിവസങ്ങൾ കൊണ്ട് നാം അത് പഠിച്ചു കഴിയും. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ ഒരു പഠന സഹായി ആക്കിയിട്ടുണ്ട്. 4500ഓളം ചോദ്യങ്ങളുള്ള 336 പേജുകളുള്ള ഒരു പഠന സഹായിയാണ്. 250 രൂപയാണ് വില. കേരളത്തിൽ എവിടെയും 50 രൂപയാണ് പോസ്റ്റൽ ചാർജ്. 300 രൂപ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ അയച്ചതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും കൂടി അയച്ചു തന്നാൽ 3-4 ദിവസത്തിനുള്ളിൽ പുസ്തകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതായിരിക്കും. പോസ്റ്റ് ഓഫീസ് വഴിയാണ് പുസ്തകം അയക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, യോഹന്നാൻ അധ്യായം 12-ന്റെ 4-ാമത്തെ തലക്കെട്ട്, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. 2, ഇപ്പോൾ എന്റെ എന്ത് അസ്വസ്ഥമായിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ആത്മാവ്. 3, ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എന്താണ് പറയുന്നത്? ഞാൻ എന്തു പറയേണ്ടു? 4, ഞാൻ എന്തു പറയേണ്ടു എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു പിതാവിനോട് എന്താണ് പ്രാർത്ഥിക്കുന്നത്? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. 5, എവിടെ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാണ് യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്? ഈ മണിക്കൂറിൽ നിന്ന്. 6, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന യേശു തുടർന്ന് എന്താണ് പറയുന്നത്? അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. 7, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് യേശു പറഞ്ഞത് ആരോട്? പിതാവിനോട്. 8, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് യേശു പറഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. 9, എപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായത്? പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് യേശു പറഞ്ഞപ്പോൾ. 10, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് യേശു പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നുണ്ടായ സ്വരമെന്ത്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. 11, സ്വർഗത്തിൽ നിന്നുണ്ടായ സ്വരം കേട്ട് അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം എന്തു പറഞ്ഞു? ഇടിമുഴക്കമുണ്ടായി എന്ന്. 12, എപ്പോഴാണ് ജനക്കൂട്ടം ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞത്? സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായപ്പോൾ. 13, സ്വർഗത്തിൽ നിന്നുണ്ടായ സ്വരം കേട്ട് ചിലർ എന്തു പറഞ്ഞു? ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന്. 14, ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന് ചിലർ പറഞ്ഞത് എപ്പോൾ? സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായപ്പോൾ. 15, സ്വർഗത്തിൽ നിന്ന് ഉണ്ടായ സ്വരത്തെക്കുറിച്ച് യേശു എന്താണ് പറഞ്ഞത്? ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. 16, ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞതാര്? യേശു. 17, ഇപ്പോൾ ഈ ലോകത്തിന്റെ എന്താണ് എന്നാണ് യേശു പറഞ്ഞത്? ന്യായവിധി. 18, ഇപ്പോൾ എന്തിന്റെ ന്യായവിധിയാണ് എന്നാണ് യേശു പറഞ്ഞത്? ലോകത്തിന്റെ. 19, ഇപ്പോൾ ആര് പുറന്തള്ളപ്പെടും എന്നാണ് യേശു പറഞ്ഞത്? ഈ ലോകത്തിന്റെ അധികാരി. 20, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരിക്ക് എന്തു സംഭവിക്കും? പുറന്തള്ളപ്പെടും. 21, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്തു ചെയ്യും എന്നാണ് യേശു പറയുന്നത്? എന്നിലേക്ക് ആകർഷിക്കും. 22, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ ആര് എന്നിലേക്ക് ആകർഷിക്കും എന്നാണ് യേശു പറയുന്നത്? എല്ലാ മനുഷ്യരെയും. 23, എപ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും എന്നാണ് യേശു പറയുന്നത്? ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ. 24, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന് യേശു പറഞ്ഞത് എന്തുകൊണ്ട്? താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാൻ. 25, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഇതാര് യേശുവിനോട് ചോദിച്ചതാണ്? ജനക്കൂട്ടം.
26, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന് യേശു പറഞ്ഞപ്പോൾ ജനക്കൂട്ടം അവനോട് എന്താണ് ചോദിച്ചത്? ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. 27, ആര് എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത് എന്നാണ് ജനക്കൂട്ടം പറഞ്ഞത്. ക്രിസ്തു. 28, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ? നിയമത്തിൽ. 29, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ജനക്കൂട്ടം യേശുവിനോട് എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? 2 ചോദ്യങ്ങൾ. 30, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ജനക്കൂട്ടം യേശുവിനോട് ചോദിച്ച ചോദ്യങ്ങൾ ഏതെല്ലാം? 1, പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നീ പറയുന്നത് എങ്ങനെ? 2, ആരാണ് ഈ മനുഷ്യപുത്രൻ? 31, അല്പസമയത്തേക്ക് കൂടി എന്ത് നിങ്ങളുടെ ഇടയിലുണ്ട് എന്നാണ് യേശു അവരോട് പറഞ്ഞത്? പ്രകാശം. 32, അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ എന്ത് ചെയ്യുവിൻ എന്നാണ് യേശു പറഞ്ഞത്? പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. 33, പ്രകാശമുള്ളപ്പോൾ എന്ത് ചെയ്യുവിൻ എന്നാണ് യേശു പറയുന്നത്? നടന്നുകൊള്ളുവിൻ. 34, പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ എന്ന് യേശു പറയുന്നത് എന്തുകൊണ്ട്? അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ വേണ്ടി. 35, അന്ധകാരത്തിൽ നടക്കുന്നവൻ എന്തറിയുന്നില്ല, താൻ എവിടേക്കാണ് പോകുന്നതെന്ന്. 36, താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാത്തതാര്? അന്ധകാരത്തിൽ നടക്കുന്നവൻ. 37, നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകേണ്ടതിന് എന്ത് ചെയ്യുവിൻ എന്നാണ് യേശു പറയുന്നത്? നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ. 38, നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ എന്തു ചെയ്യുവിൻ? അതിൽ വിശ്വസിക്കുവിൻ. 39, നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ എന്ന് യേശു പറയുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകേണ്ടതിന്. ചോദ്യം 40, യോഹന്നാൻ അധ്യായം 12 5-ാമത്തെ തലക്കെട്ട് യഹൂദരുടെ അവിശ്വാസം. 41, നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞതിനു ശേഷം യേശു എന്തു ചെയ്തു? അവരിൽ നിന്ന് പോയി രഹസ്യമായി പാർത്തു. 42, അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചെങ്കിലും അവർ എന്തു ചെയ്തില്ല? അവനിൽ വിശ്വസിച്ചില്ല. 43, അവൻ യേശു എന്തു ചെയ്തെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചെങ്കിലും. 44, അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിക്കാതിരുന്നത് ആരുടെ വചനം പൂർത്തിയാകേണ്ടതിനാണ്? യെശയ്യാ പ്രവാചകന്റെ. 45, യെശയ്യാ പ്രവാചകനെ ഉദ്ധരിച്ച് യോഹന്നാൻ 12:38 ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഏതെല്ലാം? 1, കർത്താവെ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? 2, കർത്താവിന്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? 46, അതുകൊണ്ട് അവർക്ക് എന്തു ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് യോഹന്നാൻ 12:39 പറയുന്നത്? വിശ്വസിക്കാൻ. 47, അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയുന്നത്? യെശയ്യാ വീണ്ടും പറഞ്ഞിരിക്കുന്നു. 48, അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തത് എന്തുകൊണ്ട്? അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന്. 49, അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് കർത്താവ് എന്തു ചെയ്തു? അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. 50, യെശയ്യാ ഇങ്ങനെ പ്രസ്താവിച്ചത് എന്തുകൊണ്ട്? അവന്റെ മഹത്വം കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതുകൊണ്ട്. 51, അവന്റെ മഹത്വം കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തത് ആര്? യെശയ്യാ. 52, എന്നിട്ടും അധികാരികളിൽ പോലും അനേകർ എന്തു ചെയ്തു? അവനിൽ വിശ്വസിച്ചു.
53 അധികാരികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചെങ്കിലും അവരാരും ഏറ്റുപറയാത്തത് എന്തുകൊണ്ട്? സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി. 54 സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി ആരെ ഭയന്നാണ് അവനിൽ വിശ്വസിച്ചെങ്കിലും അധികാരികൾ അത് ഏറ്റുപറയാത്തത്? ഫരിസയരെ ഭയന്ന്. 55 ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാളധികം മനുഷ്യരുടെ പ്രശംസ അഭിലഷിച്ചത് ആര്? അധികാരികൾ. 56 ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം അധികാരികൾ അഭിലഷിച്ചത് എന്ത്? മനുഷ്യരുടെ പ്രശംസ. 57 അധികാരികൾ എന്തിനേക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ അഭിലഷിച്ചു? ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം. 58 യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് എന്ത്? എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. 59 എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, പിന്നെ ആരിലാണ് വിശ്വസിക്കുന്നത് എന്നാണ് യേശു പറഞ്ഞത്? എന്നെ അയച്ചവനിൽ. 60 എന്നെ കാണുന്നവൻ ആരെ കാണുന്നു എന്നാണ് യേശു പറയുന്നത്? എന്നെ അയച്ചവനെ. 61 എന്നെ അയച്ചവനെ കാണുന്നത് ആര് എന്നാണ് യേശു പറയുന്നത്? എന്നെ കാണുന്നവൻ. 62 ആര് അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? എന്നിൽ വിശ്വസിക്കുന്നവരാരും. 63 എന്നിൽ വിശ്വസിക്കുന്നവരാരും എന്തു ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന്. 64 എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് താൻ എന്തു ചെയ്തു എന്നാണ് യേശു പറയുന്നത്? ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. 65 എന്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ എന്തു ചെയ്യുന്നില്ല എന്നാണ് യേശു പറയുന്നത്? വിധിക്കുന്നില്ല. 66 എന്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല എന്ന് യേശു പറയുന്നത് എന്തുകൊണ്ട്? ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. 67 ഞാൻ വന്നിരിക്കുന്നത് എന്തിനല്ല എന്നാണ് യേശു പറയുന്നത്? ലോകത്തെ വിധിക്കാനല്ല. 68 ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ് എന്നാണ് യേശു പറയുന്നത്? ലോകത്തെ രക്ഷിക്കാൻ. 69 എന്നാൽ എന്നെ നിരസിക്കുകയും എന്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് എന്തുണ്ട് എന്നാണ് യേശു പറയുന്നത്? ഒരു വിധികർത്താവുണ്ട്. 70 ആർക്ക് ഒരു വിധികർത്താവുണ്ട് എന്നാണ് യേശു പറയുന്നത്? എന്നെ നിരസിക്കുകയും എന്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന്. 71 എന്നെ നിരസിക്കുകയും എന്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവനെ അന്ത്യദിനത്തിൽ ആര് വിധിക്കും എന്നാണ് യേശു പറയുന്നത്? ഞാൻ പറഞ്ഞ വചനം തന്നെ. 72 ഞാൻ പറഞ്ഞ വചനം തന്നെ അവനെ വിധിക്കും. ആരെ? എന്നെ നിരസിക്കുകയും എന്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവനെ. 73 എന്നെ നിരസിക്കുകയും എന്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവനെ അന്ത്യദിനത്തിൽ ഞാൻ പറഞ്ഞ വചനം തന്നെ വിധിക്കും എന്ന് യേശു പറയുന്നത് എന്തുകൊണ്ട്? ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത്. 74 ഞാൻ എങ്ങനെയല്ല സംസാരിച്ചത് എന്നാണ് യേശു പറയുന്നത്? സ്വമേധയാ അല്ല. 75 എന്തു പറയണം, എന്തു പഠിപ്പിക്കണം എന്ന് ആര് തനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? എന്നെ അയച്ച പിതാവ്. 76 എന്നെ അയച്ച പിതാവ് എന്ത് കൽപ്പന നൽകിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? എന്തു പറയണം, എന്തു പഠിപ്പിക്കണം എന്ന്. 77 എന്ത് നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു എന്നാണ് യേശു പറയുന്നത്? അവിടുത്തെ കൽപ്പന. 78 അവിടുത്തെ കൽപ്പന എന്താണെന്ന് ഞാൻ അറിയുന്നു എന്നാണ് യേശു പറയുന്നത്? നിത്യജീവൻ. 79 അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു, അതിനാൽ ഞാൻ പറയുന്നതെല്ലാം എന്താണ് എന്നാണ് യേശു പറയുന്നത്? പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ്. 80 പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് എന്ന് യേശു പറയുന്നത് എന്താണ്? ഞാൻ പറയുന്നതെല്ലാം. ഇങ്ങനെ 80 ചോദ്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് 5 പുസ്തകങ്ങളാണ് 2026 ലോഗോസിന് പഠിക്കാനുള്ളത്. അതിൽ 4 പുസ്തകങ്ങളുടെയും അത്ര തന്നെ വലിപ്പം ഉണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷെ അതിനേക്കാൾ ഉണ്ട് യോഹന്നാന്റെ സുവിശേഷം മാത്രം.
റൂത്ത് 4 അധ്യായം, 1 സാമുവേൽ 7, സഭാപ്രസംഗകൻ 6, ഗലാത്തിയ 6. ഇതെല്ലാം കൂടി ചേരുമ്പോ യോഹന്നാന്റെ 12 അധ്യായത്തിന്റെ അത്രയും തന്നെ വരില്ല. നമ്മൾ യോഹന്നാൻ വരെ പഠിച്ചു കഴിയുകയാണ്. ഇനി ഗലാത്തിയ കൂടിയേ പഠിക്കാനുള്ളൂ. മോക്ക് ടെസ്റ്റുകൾ ഇതോടൊപ്പം നടത്തുന്നു. 31 മോക്ക് ടെസ്റ്റുകൾ നടന്നു കഴിഞ്ഞു. ബുധനാഴ്ച യോഹന്നാൻ 12 അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് നടത്തപ്പെടുകയാണ്. തുടർന്നുള്ള മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നതിന് 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഇന്നു തന്നെ ജോയിൻ ചെയ്യുക. പഴയ ലിങ്കുകളെല്ലാം അയച്ചു തരുന്നതായിരിക്കും. പഠന സഹായി ആവശ്യമുള്ളവർ എത്രയും വേഗം ഓർഡർ ചെയ്യുക. നമ്മൾ വളരെ കുറച്ച് കോപ്പികളാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. 500-ലധികം കോപ്പികൾ പ്രീ ബുക്കിംഗ് വന്നു, അവർക്കെല്ലാം അയച്ചു കൊടുത്തു കഴിഞ്ഞു. ഇപ്പോഴും പുതിയ ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് കോപ്പികൾ മാത്രമാണ് നമ്മുടെ കൈവശം ഉള്ളത്. എത്രയും വേഗം ഓർഡർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പഠന സഹായി ലഭിക്കുകയുള്ളൂ. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.